അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ നാസിലത്തിന്റെ കുനൂത്തിൽ കൈകൾ എങ്ങനെ പിടിക്കണമെന്ന വിഷയത്തെക്കുറിച്ച് ഷാഫിഈ മദ്ഹബ് പ്രകാരമുള്ള അതിന്റെ പ്രബലമായ വീക്ഷണങ്ങളെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നാസിലത്തിന്റെ കുനൂത്തിൽ ഉള്ളം കൈകൾ മേൽപോട്ട് ഉയർത്തി പിടിക്കണോ, അതോ കൈയിന്റെ പുറംഭാഗങ്ങൾ മേൽപോട്ട് ഉയർത്തി പിടിക്കണോ, അതോ നാസിലത്തിന്റെ കുനൂത്തിൽ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുന്ന തഹ്സീല് തേട്ടത്തിന്റെ ഉള്ളടക്കം വരുന്ന ഭാഗങ്ങളിൽ കൈയിന്റെ ഉള്ളൻ ഭാഗം മേൽപോട്ട് പിടിക്കുകയും, അതല്ല ബലാ നീങ്ങിപ്പോവാനുള്ള അർത്ഥത്തെ കുറിക്കുന്ന ഭാഗങ്ങൾ വരുന്ന സ്ഥലത്ത് കൈയിന്റെ പുറം ഭാഗങ്ങൾ മേൽപോട്ട് ഉയർത്തി പിടിക്കണോ എന്ന വിഷയത്തിലാണ് ഇവിടെ അഭിപ്രായങ്ങൾ നിലകൊള്ളുന്നത്. ഒരു കാര്യം കൂടി പറയാം, എന്തിനാണ് നാസിലത്തിന്റെ കുനൂത്തിൽ തഹ്സീലിന്റെ വാചകങ്ങൾ വരുമ്പോഴും കൈ മുകളിലേക്ക് പുറംഭാഗം ഉയർത്തുന്നത്? റഫ്ഉൽ ബലാഇന്റെ വാചകങ്ങൾ വരുമ്പോൾ മുകളിലേക്ക് ഉയർത്തി പിടിക്കണം എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയ നാം അംഗീകരിക്കുന്നതും ബോധ്യപ്പെടുന്നതുമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ തഹ്സീലിന്റെ അൽഫാദുകൾ ഉച്ചരിക്കുമ്പോൾ കൈയിന്റെ പുറംഭാഗം മുകളിലേക്ക് ഉയർത്തി പിടിക്കുന്നതിന്റെ യുക്തിയാണ് നാം അന്വേഷിക്കുന്നത് സ്വാഭാവികമായി. അത് നാസിലത്തിന്റെ കുനൂത്തിൽ എന്ത് പ്രാർത്ഥിക്കുകയാണെങ്കിലും അതിന്റെ ഉദ്ദേശം ബലാ ഉയർന്നു പോവുക എന്നതാണ്. അതുകൊണ്ടാണ് കുനൂത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ നാസിലത്തിന്റെ കുനൂത്താണ് എങ്കിൽ നാം തുടക്കം മുതൽ ഒടുക്കം വരെ കൈയിന്റെ പുറം ഭാഗം മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് ഇബാറത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. ബിഗയുടെ ഇബാറത്തിലേക്ക് പോകാം. സ്ക്രീനിൽ താഴെ നമുക്ക് കാണാം, വൽ മഫ്ഹൂമു മിൻ ളാഹിരി കലാം ഇബ്നു ഹജർ. ഇബ്നു ഹജർ തങ്ങളുടെ സംസാരത്തിന്റെ ളാഹിറിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്ന കാര്യം, വസരീഹു കലാമി മുഹമ്മദ് റംലി തങ്ങളുടെ കലാമിന്റെയും സരീഹ്, അന്ന കുല്ല ദാഇൻ ഫീ ഖുനൂതി സ്വലാത്തി ഔ ഫീ ഗൈരിഹാ, നിസ്കാരത്തിലോ അതല്ലാത്തപ്പോഴോ ദുആ ചെയ്യുന്നവൻ, ഇൻ ദഅാ ബി റഫ്ഇ മാ നസല ബിഹി മിൻ ബലാഇ, ബലാഇനാൽ അവർക്കിറങ്ങിയ ആ പ്രയാസത്തെ റഫ്ഉ ഉയരലാണ് ദുആ ചെയ്യുന്നതെങ്കിൽ, ജഅല ളഹറ കഫൈഹി, അവന്റെ ഉള്ള കൈകളുടെ പുറം ഭാഗം അവൻ ആക്കണം, ഇല സമായി, ആകാശത്തേക്കാക്കി പിടിക്കണം, മിൻ അവലിൽ ഖുനൂതി, ഖുനൂത്തിന്റെ ആദ്യം മുതൽക്ക് തന്നെ, ഇലാ ആഖിരിഹി, അവസാനം വരെ, അയ്യ ഖുനൂത്തിൻ കാന, അത് ഏത് ഖുനൂത്താവട്ടെ, വഇൻകാന ബി സീഗത്തി ത്വലബി, ത്വലബിന്റെ സീഗ കൊണ്ടാണെങ്കിലും ശരി, ആ ഭാഗങ്ങളിലൊക്കെ കൈയിന്റെ പുറഭാഗം മേൽപോട്ട് ഉയർത്തി പിടിക്കട്ടെ. അല്ലാഹു മസ്കിന ഖൈസ മുഗൈസ പോലെ, അള്ളാഹു ഞങ്ങൾക്ക് നീ മഴ കൊണ്ടാ എന്ന് പറയുന്ന ഒരു ത്വലബാണ് അവിടെ വരുന്നത്. അപ്പോഴും നാസിലത്തിന്റെ കുനൂത്താണ് ഫിൽ ജുംല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊണ്ട് അവിടെ ആ കൈയിന്റെ പുറം ഭാഗമാണ് മേൽപോട്ട് ഉയർത്തി പിടിക്കേണ്ടത് എന്ന് ബിഗയുടെ ഇബാറത്ത്. ഇനി നമുക്ക് ബാജൂരിയുടെ ഇബാറത്തിലേക്ക് പോവാം. വയസന്നു അൻ യർഫഅ യദൈഹി, അവന്റെ രണ്ട് കൈകളെ ഉയർത്തൽ അവന് സുന്നത്താണ്. വയജഅലു ദുഹൂറഹുമാ ഇല സമായി, കൈകളുടെ പുറം ഭാഗം ആകാശത്തേക്ക് ആക്കലും സുന്നത്താണ്. വലൗ ഇൻദ അൽഫാദി തഹ്സീലി, തഹ്സീലിന്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ലഫ്ലുകൾ ഉച്ചരിക്കുന്ന ഘട്ടത്തിലാണെങ്കിലും ശരി, കാര്യങ്ങൾ നേടിയെടുക്കുന്ന ലഫ്ലുകൾ ഉച്ചരിക്കുന്ന ഘട്ടത്തിലാണെങ്കിലും അവന്റെ കൈകളുടെ പുറംഭാഗം ആകാശത്തേക്ക് ഉയർത്തിപ്പിടിക്കണം. അലൽ മുഅ്തമദി, പ്രബലമായ അഭിപ്രായം അതാണ്. നാസിലത്തിന്റെ കുനൂത്തിന്റെ ആദ്യം മുതൽക്ക് അവസാനം വരെ കൈയിന്റെ പുറംഭാഗം മേൽപോട്ട് ഉയർത്തിപ്പിടിക്കണമെന്നതിന്റെ കാരണം പറയുന്നത്, അന്നൽ ഖസ്ത, അവിടെ ഉദ്ദേശം ബലാഇന്റെ റഫ് ആണ്, ബലാ ഉയരലാണ് അവിടെ ഉദ്ദേശം. അതാണ് കാരണം. ലഫ്ലുകളെ നോക്കാതെ അവിടെ ഉദ്ദേശത്തിലേക്ക് നോക്കിക്കൊണ്ട് കൈകളുടെ പുറം ഭാഗം മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കണം. ആശയത്ത് ഷർവാനിൽ 3:78 ഇത് ഉദ്ധരിച്ചു. ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും പറയുന്നതായിട്ട് കണ്ടു. എന്നാൽ ഈ അടുത്ത് ഞാൻ ഈ പറഞ്ഞ വിഷയം തന്നെ ശക്തമായിട്ട് ഈ ഇബാറത്തുകൾ വായിച്ചില്ലെങ്കിലും ഈ കാര്യങ്ങളുടെ ആകത്തുക സമർത്ഥിക്കുന്ന ചില പ്രഭാഷണങ്ങളുണ്ട്. സത്യത്തിൽ അതാണ് ഈ വിഷയത്തിന്റെ ശരി എന്നുള്ളത് നാം മനസ്സിലാക്കുക. പിന്നെ ഫിഖ്ഹാണ്. ഫിഖ്ഹിൽ അലൽ മുഅ്തമദി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രതിപക്ഷത്തിന്റെ ഒരു അഭിപ്രായം അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുക. കർമ്മശാസ്ത്രപരമായി നമുക്ക് പ്രയാസങ്ങളില്ലാതിരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം, അത്യന്താപേക്ഷിതമായ ഘട്ടങ്ങളിൽ അല്ലാതിരിക്കുമ്പോഴൊക്കെ നമ്മൾ പൊതുവെ മുഅ്തമദ്, ഫിഖ്ഹിലെ മുഅ്തമദ് അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടത് എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കുക. പറഞ്ഞതിന്റെ ആകത്തുക നാസിലത്തിന്റെ കുനൂത്തിൽ അല്ലാഹു മഹ്ദിനി ഫീമൻ ഹദൈത മുതൽക്ക് തന്നെ ആദ്യം മുതൽക്ക് അവസാനം വരെ വസല്ലല്ലാഹു സ്വലാത്ത് വരെ കയ്യിന്റെ പുറംഭാഗം മുകളിലേക്ക് ഉയർത്തി പിടിക്കണം. അല്ലാഹു തആല നമുക്ക് ഇൽമു തരട്ടെ, നാഫിഅ ഇൽമു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാസിലത്തിന്റെ കുനൂത്തിൽ കൈപിടിക്കേണ്ടത് കുറെ ആളുകളൊക്കെ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വഅഫിനാ ഫീമൻ അഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത്, ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അല്ലാഹുമ്മ സല്ലിംനാ വഅഗ്ലനാ വബിലാദനാ മിൻ കുല്ലി മറദിൻ വഫിത്നത്തിൻ വആഫ എന്നൊക്കെ ഈ ദുആയിലേക്ക് വരുമ്പോൾ അങ്ങനെ കൈ കമഴ്ത്തുകയാണ്. എന്താണ് ശരിക്കും വേണ്ടത്? കൃത്യമായിട്ട് ആ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നാസിലത്തിന്റെ കുനൂത്തിൽ ആദ്യം മുതൽ അവസാനം വരെ കൈ കമഴ്ത്തിയാണ് പിടിക്കേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. ആദ്യം മുതൽ അവസാനം വരെ കൈ കമഴ്ത്തിയാണ് പിടിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുനൂത്തിന്റെ ആദ്യത്തെ തന്നെ ഇങ്ങനെ പിടിച്ചു പോകണം, ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ഈ ഒരു രൂപത്തിൽ. എന്നിട്ട് പറയാണ്, ഇനിയിപ്പോ അവിടെ നമ്മൾ പറയും ഇതൊരു ബലാ മുസീബത്ത് തട്ടുമ്പോൾ മാത്രം ഇങ്ങനെ ആക്കിയാൽ പോരാ. അയ്യ കുനൂത്തിൻ കാന, അവൻ ഏത് കുനൂത്ത് ഓതട്ടെ, വഇൻകാന ബി സീഗത്തി ത്വലബി, ത്വലബിന്റെ സീഗ അവിടെ ഉണ്ടെങ്കിലും ശരി, അതുപോലെ അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ, മഴ ഇല്ലാത്തതിന്റെ പേരിൽ മഴ തേടുകയാണ്. അപ്പൊ അതുകൊണ്ട് മഴ കൊണ്ട് അല്ലാഹ് എന്ന് പറയുന്ന സമയത്ത് ആ മുസീബത്താണ്, ഒരു മഴ ഇല്ലാതിരിക്കാൻ മുസീബത്തല്ലേ, ആ മുസീബത്ത് നീങ്ങി കിട്ടുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് അപ്പോഴും ഇങ്ങനെ തന്നെയാണ് അവന്റെ മുറാദ്, അവന്റെ കൗലിന്റെ മുറാദ് എന്താണ്? ബിറഫി ബലാഇൻ, ഒരു ബലാ ഉയർത്തി പോകലാണ്. അപ്പൊ മഴ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ബലാ അത് ഉയർത്തി പോകണം. അപ്പൊ അതുകൊണ്ട് അതിനെ ദഫ് ചെയ്യുക. അപ്പോഴും ഇങ്ങനെ തന്നെ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അവന്റെ ആ കയ്യിന്റെ തൊബയ്യത്ത് വരേണ്ടതൊക്കെ. അതാണ് അയ്യ കുനൂത്തിന് അവൻ ഏത് കുനൂത്ത് ഓതിയാലും ശരി, അതുപോലെ വഇൻകാന ബി സീഗത്തി ത്വലബി, ത്വലബിന്റെ സീഗ ഉണ്ടെങ്കിലും ശരി എന്ന് പറയാൻ കാരണം അപ്പൊ തുടക്കം മുതൽ ഇങ്ങനെ തന്നെയാണ് പിടിക്കേണ്ടത്. ഇങ്ങനെയാണ്. ഇനി അതിന് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചു എന്നുകൊണ്ട് ക്രൂശിക്കപ്പെടുന്നില്ല. അതുപോലെ കല്ലൂബ് ഇമാമിനെ പോലത്തെ ഇങ്ങനെ പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പല ഇമാമികളും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ തന്നെ അവസാനത്തിൽ ഇങ്ങനെ ബിഗയിൽ വളരെ വ്യക്തമായിക്കൊണ്ട് ഇങ്ങനെ പച്ചക്ക് കൊടുക്കുമ്പോൾ പിന്നെ അത് പറയണല്ലോ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് മാത്രമല്ല, അത് ഇങ്ങനെ പിടിച്ചോടെ മുഴുവൻ ക്രൂശിക്കപ്പെട്ട്, ചില ആളുകൾ ഇങ്ങനെ പിടിച്ചോടെ ക്രൂശിക്കപ്പെടും, ഒരാളെയും ക്രൂശിക്കപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെ ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം ഫിഖ്ഹിന്റെ ലോകത്തിന്റെ കോർവ് അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ എടുത്തു നോക്കണം രഹസ്യങ്ങൾ ഓരോന്ന് അവസാനം ഇങ്ങോട്ട് പോന്നിട്ട് ഈ പറയുന്ന